ഹായ് കൂട്ടുകാരെ, നമുക്കിന്ന് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ബർഗർ നമുക്ക് വീട്ടിൽ സൂപ്പറായിട്ട് ഉണ്ടാക്കിയെടുക്കാം. അതിന് എങ്ങനെ ഉണ്ടാക്കുക എന്ന് കാണാം. ആദ്യം നമുക്ക് ഇതേപോലത്തെ ഒരു 8 ബ്രെഡ് മിക്സിയിൽ പൊടിപ്പിച്ച് കൊണ്ടുവരാം. ഇതേപോലെ പൊടിച്ചെടുക്കണം. നമുക്കിനി ഇത് അങ്ങോട്ട് മാറ്റിയേക്കാം. നമുക്കിനി ഇറച്ചി സെറ്റാക്കി എടുക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് എല്ലില്ലാത്ത 1/2 കിലോ ഇറച്ചിയാണ് എടുത്തിട്ടുള്ളത്. ഇറച്ചി ചെറുതായിട്ട് കട്ട് ചെയ്ത് നല്ല കഴുകി നല്ല വൃത്തിയാക്കി വെള്ളമൊക്കെ നന്നായിട്ട് തോർത്തി എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു ജാറിലേക്ക് ഒരു വലിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതിലിടാം. ഇനി ഒരു 4-5 വറ്റൽമുളക്. ഈ വെളുത്തുള്ളി വലിയ വെളുത്തുള്ളിയെങ്കിൽ ഒരു 5 എണ്ണം മതി. ചെറിയ വെളുത്തുള്ളി ആയ കാരണം ഞാൻ 8-9 എണ്ണം എടുത്തിട്ടുണ്ട്. ഇതിലിടാം. ഇതിലേക്ക് ഇനി 1 ടീസ്പൂണ് ചെറുനാരങ്ങയുടെ നീര് ഒഴിക്കുകയാണ്. ഇത് നമുക്കിനി നന്നായിട്ട് മൂടി വെച്ച് ഒന്ന് മിക്സിയിൽ അടിച്ചു കൊണ്ടുവരാം. ഇതേപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ഈ ഇറച്ചി കൂടിയിട്ട് അരയ്ക്കാം. ഇത് നമുക്കിനി ഒന്ന് കറക്കിയിട്ട് വരാം. ഈ ഇറച്ചി അരയ്ക്കുമ്പോൾ വല്ലാണ്ട് മഷി പോലെ അരയൊന്നും വേണ്ട, ഒന്ന് ചതച്ചെടുത്താൽ മതി. ഒന്ന് നിർത്തി മിക്സി ഒന്ന് കറക്കിയാൽ മതി. അപ്പം തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള അരവ് കിട്ടും. ഇതേപോലെ അരച്ചു കൊണ്ടുവരിക. ഇനി നമുക്ക് പാത്രത്തിലേക്ക് ആക്കി ബാക്കിയുള്ളത് കൂടി അരച്ചെടുക്കുക. പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. കണ്ടില്ലേ, ഇതേപോലെ എല്ലാതും ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമുക്കൊരു കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇത് ചിലർക്ക് മുട്ട ഒഴിക്കുന്നത് ഇഷ്ടമുണ്ടാവില്ല. മുട്ട ഇഷ്ടമില്ലാത്തവർക്ക് മയണോക്സ് ഒഴിച്ചു കൊടുത്താൽ മതി. അതിൽ 2 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കുക. അത് കൊടുക്കുമ്പോൾ ഉപ്പിടുമ്പോൾ ശ്രദ്ധിക്കണം. ഇതിൽ ഉപ്പുള്ളതാണല്ലോ, അതുകൊണ്ട് ഉപ്പിടുമ്പോൾ നോക്കി ശ്രദ്ധിച്ചിട്ടാൽ മതി. ഇത് നമുക്കിനി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ ചെറിയ 3 പച്ചമുളകാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂണ് സോയാ സോസ് ഒഴിച്ചു കൊടുക്കാം. ഇത് പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. നമുക്കൊരു 1/4 ടീസ്പൂണ് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. നമ്മളിനി ആദ്യം പൊടിച്ച് വെച്ച ബ്രെഡിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ പകുതി നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് ഇളക്കിയിട്ട് ഉരുണ്ട് വരണില്ലെങ്കിൽ പിന്നെ ബാക്കിയുള്ളത് ഇട്ട് കൊടുക്കാം. ഇത് ഉരുണ്ട് വരണം, ആ ലെവലിൽ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇച്ചിരിയും കൂടി പൊടി ഇട്ട് കൊടുക്കാം. നമ്മൾ പൊടിച്ച് വെച്ച ബ്രെഡിൻ്റെ പൊടി എല്ലാം നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് നന്നായിട്ടൊന്ന് എല്ലാം പാടെ മിക്സാക്കി കുഴച്ചിഞ്ഞെടുക്കാം. ഇത് നമുക്കിനി ഇതൊന്ന് ഉരുട്ടി നോക്കാം, ഉരുട്ടി പരത്തി നോക്കാം. ഇതിന് നമുക്ക് ഇങ്ങനെ വരുന്നുണ്ടെങ്കിൽ ഇത് മതി. ഇത് വരുന്നില്ലെങ്കിൽ കുറച്ചുകൂടി ബ്രെഡ് പൊടി ചേർക്കേണ്ടി വരും. ഇത് നമ്മൾ പരത്തുമ്പോൾ ഏത് ബന്നാണോ നമ്മൾ വെച്ച് കൊടുക്കുക ആ വലിപ്പത്തിൽ വേണം പരത്താൻ. ഇത് നമുക്ക് അതിൻ്റെ അളവ് അറിയില്ലല്ലോ, അപ്പോൾ ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കുക. ഇതിപ്പോൾ അത് നല്ല പാകമാണ്. ഇത്ര കനവും വേണം, ഇത്ര വലുപ്പത്തിൽ. ചില ബന്ന് ഇതിനേക്കാളും വലുപ്പം വീതി ഉള്ളതുണ്ടാവും. അതാവുമ്പോൾ അതിൻ്റെ അനുസരിച്ച് പരത്തുക. ഇതിപ്പോൾ നമ്മൾ ഇതിൻ്റെ കണക്കിൽ പരത്തി നമ്മൾ മിക്സാക്കിയ ഇറച്ചി പരത്തിയെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് മുക്കി പൊരിക്കാനുള്ള സെറ്റ് റെഡിയാക്കി എടുക്കാം. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് 2 കോഴിമുട്ട ഒഴിക്കാം. ഇളക്കാൻ പറ്റുമോ? ഒരു 1/4 സ്പൂണ് കുരുമുളക് പൊടി ഇടാം. ഒരു ലേശം ഉപ്പ് ഇട്ട് കൊടുക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് നല്ല പതഞ്ഞിട്ടുണ്ട്.
നമുക്കിതിലൊരു അരക്കപ്പളവ് മൈദപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് ബ്രെഡ് പൊടിച്ചത് എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇതിൽ മുക്കിയെടുക്കാം. നമുക്കിത് ആദ്യം ഈ മൈദപ്പൊടിയിലൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ മൈദപ്പൊടിയിലൊന്നിട്ട് നനച്ചെടുക്കാം. ഇത് നമുക്കിനി ഒന്ന് പതുക്കെ മുട്ടയിലൊന്ന് മുക്കിയെടുക്കാം. രണ്ട് വശത്തും നല്ല മുട്ടയിൽ മുങ്ങി വരണേ. ഇനി നമുക്ക് ഈ ബ്രെഡ് പൊടിയിൽ ഒന്ന് മുക്കിയെടുക്കാം. നമുക്കിതൊന്ന് നല്ലപോലെ ഷേപ്പാക്കി പാത്രത്തിലേക്ക് വെക്കാം. എല്ലാതും നമുക്ക് ഇതേപോലെ എടുക്കാം. എല്ലാത്തിലും മുക്കിയെടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് പൊരിച്ചെടുക്കാം. ഞാനിവിടെ വെച്ചിട്ടുള്ളത് ഒരു ദോശച്ചട്ടിയാണ്. നമുക്കിനി ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഓയിലാണ്. എണ്ണ ചൂടാവണ വരെ നല്ല തീ കത്തിച്ച് കൊടുക്കുക. എണ്ണ നന്നായി ചൂടായി. ഇത് നമുക്കിനി ഓരോന്നായിട്ട് ഇതിലിട്ട് കൊടുക്കാം. ചെറിയ തീയിൽ നമുക്കിതിന് വേവിച്ചെടുക്കാം. ഇനി ചെറിയ തീയിൽ നമുക്ക് വെക്കുക. അതില്ലെങ്കിൽ ബ്രെഡ് പൊടിയിലൊക്കെ മുക്കിയ കാരണം ബ്രെഡ് പൊടി വേഗം കരിയും, എന്നാൽ ഉള്ളു വേവില്ല, ഇറച്ചി ഉള്ളിൽ വേവില്ല. അത് വേകാൻ വേണ്ടിയിട്ടാണ് ചെറിയ തീയിൽ വെക്കാൻ പറയുന്നത്. ഇത് നമുക്കിനി ഒന്ന് മറിച്ചിടാം. എണ്ണ തെറിക്കാതിരിക്കാനാണ് ഒന്ന് കൈ കൊടുത്തത്. ഇങ്ങനെ കുറച്ച് തീ വെച്ച് മെല്ലെ വേവിക്കണം കേട്ടോ, അല്ലെങ്കിൽ കരിഞ്ഞു പോവും. അങ്ങനെ നമ്മുടെ ബർഗറിൻ്റെ ഉള്ളിൽ വെക്കാനുള്ള ഇറച്ചി റൗണ്ടിൽ പൊരിച്ചത് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് എടുക്കാം. ഇറച്ചിയൊക്കെ പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബന്ന് ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇത് ചെറിയ ബന്നാണ്. ഈ ബർഗർ ബന്ന് പറഞ്ഞിട്ടുള്ള ബന്ന് കിട്ടും കടയിൽ. അതാവുമ്പോൾ കുറച്ച് വലിപ്പം ഉണ്ടാവും. ഞാനിപ്പോൾ 1/2 കിലോ ഇറച്ചി ഒരു 15ഓളം ബർഗറാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അത് വലിയ ബന്നാവുമ്പോൾ ഒരു 8, 9, 10 എണ്ണത്തിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അത് ചോദിച്ച് വാങ്ങിയാൽ കിട്ടും. ഇവിടെ കിട്ടാത്തതുകൊണ്ട് ഞങ്ങൾ വാങ്ങിയിരിക്കുന്നത് ചെറിയ ബന്നാണ്, ഈ ബന്ന്. ഇനി നമുക്ക് ഈ ബന്നൊന്ന് ചെറുതായിട്ട് ചൂടാക്കിയെടുക്കാം. ചട്ടിയിൽ ലേശം എണ്ണ പുരട്ടി കൊടുക്കുക. ചൂടാക്കാൻ വെക്കാം. ഒന്ന് ചൂടാക്കി എടുത്താൽ മതി കേട്ടോ. അതാ ഇതേപോലെ. ഇനി നമുക്ക് ഇതിലൊരു സാധനം കൂടി ഇവിടെ വെക്കാം. എന്നിട്ട് നമുക്ക് അതിൻ്റെ മേലെ ഈ ചീസ് ഒന്ന് വെച്ച് കൊടുക്കാം. ഒന്ന് നന്നായിട്ടൊന്ന് ചൂടാവട്ടെ. ഇതൊന്ന് മൂടി കൊടുക്കുകയാണെങ്കിൽ ഒന്നുകൂടി നന്നാവും. ഇനി നമുക്കിത് ഇങ്ങെടുക്കാം. നമ്മളിനി ബർഗറിൽ വെക്കാനുള്ള കുറച്ച് പച്ചക്കറികൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് തക്കാളി ഈ കനത്തിൽ മുറിക്കുക. പിന്നെ കാബേജിൻ്റെ ഇതളുകൾ, പിന്നെ ഉള്ളി, വലിയ ഉള്ളിയുടെ ഇതൾ ഇങ്ങനെ ഇളക്കിയിട്ടാണ് നമ്മൾ വെച്ച് കൊടുക്കുക. ഇനി നമുക്കിത് സെറ്റാക്കി എടുക്കാം. ഞാനിവിടെ കുറച്ച് മൈനോൾസ് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ ബന്നിൻ്റെ മേലെ പുരട്ടി കൊടുക്കുക.
ഇനി നമുക്ക് ഈ ചീസ് വെച്ച ഇറച്ചി നമുക്കിതിൽ വെച്ച് കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ മേലെ തക്കാളിയുടെ കനം കുറച്ച് മുറിച്ചത് വെക്കാം. ഇനി ഇതിൻ്റെ മേലെ ഒരു കാബേജിയുടെ ഇല വെക്കാം. അതിൻ്റെ മേലെ ഉള്ളി കനം കുറച്ച് റൗണ്ടിൽ അരിഞ്ഞത് വെക്കാം. ഇതിൻ്റെ ബാക്കി ബന്നിൻ്റെ മേലെ മയോണൈസ് പുരട്ടി അതിൻ്റെ മേലെ അമർത്തി വെച്ച് കൊടുക്കുക. എന്നാൽ നമ്മുടെ ബർഗർ റെഡിയായി. നമ്മുടെ ബർഗറൊക്കെ അങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ഒരെണ്ണം മുറിച്ച് കാണിച്ചു തരാം ഞാൻ. കണ്ടില്ലേ, ഇറച്ചൊക്കെ നല്ല സൂപ്പറായി വെന്ത് നല്ല അടിപൊളിയായിട്ടുണ്ട്. അങ്ങനെ നമ്മളെ ബർഗർ റെഡി ആയിട്ടുണ്ട്. ഇപ്പം മനസ്സിലായില്ലേ ബർഗർ വീട്ടിൽ ഉണ്ടാക്കാമെന്ന്? എല്ലാവരും ഉണ്ടാക്കി നോക്കണം. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ് ബർഗർ പറയുന്ന സാധനം. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം.